വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോയാലും യു ടേൺ അടിച്ചാലും വിടാതെ പിന്തുടരാൻ പ്രതിപക്ഷം. കോൺഗ്രസിലെയും UDF-ലെയും എതിർപ്പുകൾ അനുകൂലമാക്കാനുള്ള നീക്കവും നടത്തും. ബാർക്കോഴയേക്കാൾ വലിയ അഴിമതിയാണ് നടന്നതെന്നാണ് പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയിലെ വിമർശനം. ബജറ്റ് നിർദ്ദേശം പിൻവലിക്കാത്ത നടപടി പ്രതിഷേധാർഹമാണെന്ന് CPM പറയുന്നു. മുന്നോട്ടു പോയാൽ ശക്തമായ സമരം, പിന്നോട്ടാണെങ്കിൽ സമരത്തിനൊപ്പം പ്രതിപക്ഷം കളവ് പിടിച്ചപ്പോൾ പുറകോട്ടുപോയി എന്ന പ്രചാരണം. വീര്യം കുറഞ്ഞ മദ്യം നികുതി കുറിച്ച് വിൽക്കാനുള്ള തീരുമാനത്തിൽ CPM തന്ത്രം ഇതാണ്. ഒപ്പം സർക്കാരിൽ എതിർപ്പുള്ളവരുടെ എണ്ണം കൂടുമ്പോൾ അതുകൂടി അനുകൂലമാക്കുകയാണ് ലക്ഷ്യം. ലീഗിനെയും VM സുധീറിനെയും ലക്ഷ്യം വെച്ചാണ് ആ നീക്കം. എന്റെ ചോദ്യം ഇതാണ്, 24 ദിവസം ഈ ഫയൽ കയ്യിൽ വെച്ചിട്ടും നയപരമായ സുപ്രധാനമായ തീരുമാനമായിട്ടും എന്തുകൊണ്ട് മുന്നണിയിലോ പാർട്ടിയിലോ കൺസൾട്ട് ചെയ്തില്ല? അപ്പൊ അവരറിയരുതെന്ന നിർബന്ധം മുഖ്യമന്ത്രിക്കുള്ളത് കൊണ്ടല്ലേ? ബാർക്കോഴ കേസ് ഓർമ്മിപ്പിച്ചാണ് ഇന്നലെ സഭക്കുള്ളിൽ ഉയർത്തിയ അഴിമതി ആരോപണം പ്രതിപക്ഷം പുറത്തേക്ക് കൊണ്ടുവന്നത്. യഥാർത്ഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരുന്നത് ധൃതി പിടിച്ച് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. അതിന്റെ പിന്നിൽ എന്താണ് എന്ന് വളരെ വ്യക്തമാണ്. ആ കാര്യമാണ് അസംബ്ലി ചർച്ച ചെയ്തത്. ആ കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചത്. ഭരണത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ കരിപുരണ്ട തീരുമാനമെടുത്ത സർക്കാർ എന്ന വിശേഷണമാണ് ദേശാഭിമാനി എഡിറ്റോറിയൽ VD സതീശൻ സർക്കാരിന് നൽകിയത്. UDF സർക്കാരിന്റെ മദ്യനയം തെറ്റാണെന്ന് ജോസ് കെ മാണിയും പ്രതികരിച്ചു. നികുതി കുറച്ച നടപടി മുഖ്യമന്ത്രി പിൻവലിക്കാത്തത് ഫിനാൻസ് ബില്ലിൽ കൊണ്ടുവരാനാണെന്നും ഫിനാൻസ് ബില്ലിൽ നിർദ്ദേശം ഉൾപ്പെടുത്തിയാൽ ബക്കാടി കമ്പനിക്ക് കോടതിയിൽ പോയി അനുകൂല വിധി നേടാനുള്ള അവസരമൊരുക്കുമെന്നും CPM കുറ്റപ്പെടുത്തുന്നു. മദ്യക്കമ്പനി ഡീലിലൂടെ വാങ്ങി പണക്കണക്ക് പുറത്തുവരുമോ എന്ന ഭയമാണ് മുഖ്യമന്ത്രിക്കെന്ന് ആവർത്തിക്കുന്ന പ്രതിപക്ഷം ഈ കാപട്യം ജനങ്ങൾ തിരിച്ചറിയുമെന്നും പ്രതിഷേധം ശക്തമാക്കുമെന്നും പറയുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.